ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരനെ ഇട്ട് കിരൺ ഓടിക്കുക, ഒരു ബീച്ചിലിട്ട് ഇങ്ങനെ ഓടിക്കുക. ബഗാസുരനാണെങ്കിൽ പരക്കം മാഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. അതിന് പിന്നാലെ ഈ കിരൺ ഓടുകയാണ്. നിന്നെ ഞാൻ ഇപ്പം തന്നെ പിടിക്കൂടെ, നിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ നടങ്ങുള്ളെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ കിരൺ ഓടുന്നത്. അങ്ങനെ ഓടി ഓടി ബഗാസുരനെ കയറി പിടിക്കുക. ബഗാസുരനെ കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ഫൈറ്റ് ഉണ്ടാകുകയാണ്. അങ്ങനെ ഫൈറ്റിൽ ബഗാസുരൻ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കിരൺ ഇടിക്കുന്നുണ്ട്. പക്ഷേ കിരണിൻ്റെ ഇടി താങ്ങാനൊന്നും നമ്മുടെ ബഗാസുരന് കഴിയില്ല. അതേപോലെയുള്ള ഇടികളാണ് കിരൺ അവിടെ കാണിച്ചു കൂടുന്നത്. അങ്ങനെ ബഗാസുരൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഈ ബഗാസുരൻ ഈ കിരണിൻ്റെ കൈയൊക്കെ വലിച്ച് പാറിച്ച് അങ്ങോട്ട് മാറ്റാനൊക്കെ ശ്രമിക്കണം കേട്ടോ. ഒറ്റ നെഞ്ചു നോക്കി ഒറ്റ ചവിട്ടാണ് കിരണിൻ്റെ. ആ സമയം കൊണ്ട് തന്നെ ബഗാസുരൻ തൻ്റെ കയ്യിലിരുന്ന് വെച്ച് ആ കത്തി അങ്ങോട്ട് വലിച്ചൂരി എടുക്കുക. എന്നിട്ട് കിരണിനെ നേരെ നീട്ടുകയാണ്. കിരണിനെ നേരെ നീട്ടി, നീ ഇനി അടുത്ത് കഴിയുന്നതിന് ഞാൻ കുത്തി മലർത്തും എന്ന രീതിയിലാണ് കിരണിന് നേരെ നമ്മുടെ ബഗാസുരൻ ആ കത്തി അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ കിരൺ നല്ല ബുദ്ധിശാലിയാണല്ലോ. കിരൺ ഒറ്റ അടിക്ക് അവൻ്റെ കണ്ണ് വെട്ടുന്ന രീതിയിൽ ആ കത്തി പിടിച്ച് തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോഴേക്കും രതീഷ് ഓടിപ്പാഞ്ഞ് വരികയാണ്. അങ്ങനെ കിരൺ ആ കത്തി നേരെ മണ്ണിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര ഫൈറ്റ് ആക്കുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു നമ്മുടെ രതീഷ്. അപ്പോൾ രതീഷ് വന്ന് ഇവനിട്ട് ഇടിക്കുകയാണ്. അപ്പോൾ ഈ രതീഷ് കയറി ബഗാസുരനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ്റെ പള്ളയ്ക്ക് നോക്കിയും അതേപോലെ തന്നെ നെഞ്ചു നോക്കിയും നെഞ്ചിക്കൂട് നോക്കിയോ ഒറ്റയിടിയാണ്. അതിനുശേഷം കിരൺ പിടിക്കുകയാണ് ബഗാസുരനെ. അങ്ങനെ ബഗാസുരനെ കിരണും പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രതീഷും നല്ല ആട്ടി കൊടുക്കുകയാണ്. രതീഷേ, ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇവൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. അങ്ങനെ നമ്മുടെ ബഗാസുരൻ രണ്ടുപേരും കൂടി മലർത്തി അടിച്ച് ആ മണ്ണിലേക്ക് ഇടുക. മണ്ണിലേക്ക് ഇട്ടിട്ട് നമ്മുടെ കിരണാണെങ്കിൽ ആ മണ്ണ് വാരി ബഗാസുരൻ്റെ കണ്ണിലേക്ക് എറിയാണ്. രതീഷെ, വണ്ടി എടുത്തിട്ട് വാ, നമുക്കൊരു വണ്ടി കയറ്റണം, എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി സാറേ, ഞാനിപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് നേരെ വണ്ടി എടുക്കാനായിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ വേലുവിനെ വിളിക്കണമെന്നൊക്കെ പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി വണ്ടി കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് കാടിൻ്റെ ഉള്ളായിരുന്നു. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നമ്മുടെ ബഗാസുരൻ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ്. കല്യാണിക്ക് ഒരു ബോധം പോലും വന്നിട്ടില്ല. ആ ഐസിൽ തന്നെ ബോധമില്ലാത്ത വല്ലാത്തൊരവസ്ഥ കിടക്കുകയാണ്. ഇന്ന് നാളെ എന്ന രീതിയിലാണ് നമ്മുടെ കല്യാണി കിടക്കുന്നത്. കല്യാണിയുടെ ജീവന് പോലും ആപത്തായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. പക്ഷേ നമ്മുടെ കിരണും അതേപോലെ തന്നെ വേലുവും രതീഷും കൂടി ബഗാസുരനെ കാട്ടിക്കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് എന്നെ കാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണ്. നിന്നെ കാട്ടിലേക്ക് കൊണ്ടുവന്നത്, എടാ നിന്നെ നാട്ടിൽ നിർത്താനായിട്ട് കൊള്ളൂലടാ. എടാ നിന്നെ പോലുള്ള മൃഗങ്ങൾ ദേ ഈ കാട്ടിലാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വേലു പറയാണ്, സാറേ ഞങ്ങൾ അപമാനിക്കരുത് സാറേ, കാട്ടിലുള്ളവരെല്ലാവരും നല്ല മനുഷ്യരാണ് സാറേ. കാട്ടിലുള്ളവർ കാട്ടിൽ ഇവനെ പോലുള്ളവരൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ കാട് നശിക്കും സാറേ. അതേപോലുള്ള നികൃഷ്ട ജീവികളാണ് ഇവൻ എന്നൊക്കെ ഇങ്ങനെ പറയണം. അയ്യോ സോറി വേലു, ഞാൻ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷേ നാട്ടിലുള്ളവരാണ് ഏറ്റവും വലിയ ക്രൂരന്മാർ. കാട്ടിലുള്ളവരെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ നാട്ടിലുള്ളവരെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല വേലു. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാണ് വേലു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സാരമില്ല സാറേ, പക്ഷേ ഇവനിനി എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി സാറേ. ഇവനെ തീർക്കണോ സാറേ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ബഗാസുരനാണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ പോയിക്കോളാം, ഞാൻ ഇനി ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ലെന്നൊക്കെ ബഗാസുരൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും രതീഷാണെങ്കിൽ നിർത്തടോ, തൻ്റെ അഭ്യാസങ്ങളൊക്കെ താൻ നിർത്ത്. എത്ര പേരോടാണ് താൻ ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നത്, എന്തോരം ഉപദ്രവങ്ങളാണോ താൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇപ്പം തന്നെ നിന്നെ ഞങ്ങൾക്ക് തീർക്കാം, പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വലിയൊരു പ്ലാനോടുകൂടി തന്നെയാണ് എന്നൊക്കെ പറയുക. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബഗാസുരനാണെങ്കിൽ പേടിച്ച് വരച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ അതെ നിനക്കിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടാ, പക്ഷേ അതിനു മുമ്പ് തന്നെ നിന്നോട് ചില സത്യങ്ങളെല്ലാം പറയാനുണ്ട്. ആ സത്യങ്ങളെല്ലാം എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? നീ വാ, നിനക്ക് ഞാൻ ബോധിപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഗാസുരൻ്റെ കഴുത്തിന് പീഡിച്ച് വലിച്ച് എഴച്ച് ആ ഒരു കാട്ടിൽ കൂടി ഇങ്ങനെ നമ്മുടെ കിരണും വേലുവും രതീഷും കൂടി കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ബഗാസുരനെ. അങ്ങനെ കൂട്ടിക്കൊണ്ടു അപ്പോൾ കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണിയെ വന്ന് നമ്മുടെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ നോക്കുകയാണ് എന്തെങ്കിലും ചലനം ഉണ്ടോ, എന്തെങ്കിലും ബോധം വീണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ
ഒരനക്കവോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ പൾസൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകുന്നത് നമ്മളെ കാണിക്കുന്നുമുണ്ട്. പക്ഷേ അതല്ലാതെ വേറൊരു അനക്കവും നമ്മുടെ കല്യാണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ ബകാസുരനെ ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഞങ്ങൾ പൂവിട്ട് പൂജിക്കാനായിട്ട് പോകുന്നു. എന്താടാ മോതയോടെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കിരണാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ രതീഷും പറയണ എടാ നിന്നെ പോലുള്ളവരെ ഞങ്ങൾ കൊന്നാൽ ശരിയാവില്ലടാ. പിന്നെ നിന്നോടൊരു കാര്യം പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അതെന്താണെന്നറിയാവോ? കിരൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ പോലൊരുത്തവനുണ്ടായിരുന്നു ഗംഗാപ്രസാദ്. ആ ഗംഗാപ്രസാദ് ജയിലിൽ നിന്ന് ഇറങ്ങി അല്ലേ, പക്ഷെ ജയിലിലേക്ക് വന്നില്ല. അതിനുള്ള സംഭവം എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? ഈ ഗംഗാപ്രസാദിനെ പേടിച്ച് നിൽക്കുകയായിരുന്നു കാർത്തികയുടെ അമ്മയും. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ഉപദ്രവങ്ങൾ മുഴുവനും അവൻ ചെയ്തു കൂട്ടിയതാ. എന്നിട്ടും അവന് മതിയായില്ല. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്ത്, ഇനി അവൻ വരികയാണെങ്കിൽ അങ്ങനെ ഇവനെ അറിയിക്കാതെ ഞങ്ങൾ കല്യാണമൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചതാ. പക്ഷേ എങ്ങനെയോ അവൻ മണത്തെറിഞ്ഞ് അങ്ങനെ അവൻ കല്യാണപ്പന്തലിലേക്ക് വന്നു. കല്യാണപ്പന്തലിലേക്ക് അവൻ വരുന്നത് ഞാൻ കണ്ടടാ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് ഞാൻ അങ്ങോട്ട് തീർത്ത്. അതേടാ, ഗംഗാപ്രസാദിനെ കുത്തി മലർത്തി അവനെ കൊന്നത് ഞാൻ തന്നെയാടാ എന്നൊക്കെ ഇങ്ങനെ കിരൺ ഒച്ചത്തി പറയാ. ഇത് കേട്ട ബകാസുരൻ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പോഴേ ഗംഗാപ്രസാദ് ഇല്ല ഈ ഭൂമിയില്. അവനെ മണ്ണിന്റെ അടിയിലാ. ആ മണ്ണിന്റെ അടിയിൽ എവിടെയെന്നറിയാവോ? എൻ്റെ വീടിന്റെ മുറ്റത്തെ മണ്ണിന്റെ അടിയിൽ തന്നെയാടാ അവനെ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. പോലീസുകാരെ അവന് വേണ്ടി എല്ലായിടത്തും തെരഞ്ഞെടുത്ത് നടക്കാം, പക്ഷേ കണ്ടെത്താനായിട്ട് സാധിക്കോ? ഇല്ല. കാരണം എൻ്റെ വീടിന്റെ മണ്ണിന്റെ അടിയിലല്ലേ അവനെ കുഴിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിന്നെയും പോലീസുകാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ഭാര്യയെ കുത്തിമലർത്തിയിട്ട് പോയതാണെന്ന്. പക്ഷേ നിന്നെയും ഇനി അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ലടാ. എന്ന് വിചാരിച്ച് എൻ്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലാനായിട്ട് ഏതായാലും പോകുന്നില്ല. അങ്ങനൊരു പാപം എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇനി നീ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് നിന്നെ പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കോ? നീ എല്ലാവരോടും പോയി സത്യങ്ങളെല്ലാം പറയില്ലേ? അങ്ങനെ പോലീസുകാർ എന്നെ പിടിക്കില്ലേ? അതിനു വേണ്ടി ഞാൻ ഏതായാലും വഴിയൊരുക്കാനായിട്ട് പോകുന്നില്ലടാ ബകാസുര. അപ്പോ നിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വിടില്ല. വേലു, ഈ കാട് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ അല്ല സാറേ, എനിക്ക് ഈ കാടിനെ കുറിച്ചൊക്കെ നല്ല വിശദമായ വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ കാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ കൂടിയും ഞങ്ങളതേ ഈ സ്ഥലത്തേക്ക് വരാറില്ല. കാരണം ഇവിടെ കുറുക്കനും കുറുനരിയും അങ്ങനെ വരുന്ന ഭയങ്കര കൊടൂരമായ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് സാറേ ഇത്. അതുകൊണ്ട് പകൽ സമയത്ത് പോലും ഇവിടെ ആൾക്കാർ വരാനായിട്ട് ഭയക്കും. ഇത് കേട്ട ബകാസുരൻ പേടിച്ചു പോവാണ്. അയ്യോ, ദയവ് ചെയ്ത് നിങ്ങളെന്നെ കൊണ്ടുപോകണം. ഞാൻ ഒരു തെറ്റും ചെയ്യൂല മോനെ കിരണേ, നീ ഒന്ന് ആലോചിച്ച് നോക്കും മോനെ. നീ ചെറുതായിരുന്നപ്പോഴേ നിനക്ക് അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നിന്നെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴും നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് പേര് എൻ്റെ പേരെ കൊടുത്തിരുന്നത്. എന്നിട്ട് ബാക്കി പറ, കേക്കട്ടെ. എന്നിട്ട് എന്താ സംഭവിച്ചത് പറ. അത് പിന്നെ മോനെ, എന്നിട്ട് നിന്നെ കൈപിടിച്ച് നടത്തി തരികയും നിനക്ക് ഭക്ഷണം വാരി തരികയും ഒക്കെ ചെയ്തത് ഈ ഞാനാണ് മോനെ. നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നത് ഞാനല്ലേടാ. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും ഈ ബകാസുരൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. എങ്ങനെയാടാ എനിക്ക് അച്ഛനില്ലാതായത്? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ബകാസുരൻ വന്ന് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അച്ഛൻ എന്നുള്ളൊരു പേര് കൊടുത്തു അത്രേ. എടാ, എൻ്റെ അമ്മയുടെ ജീവിതം തകർത്തത് നീയല്ലടാ. എൻ്റെ അച്ഛനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത് നീയല്ലടാ. എന്നിട്ട് അവൻ തത്വപുരാണം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എൻ്റെ മുന്നിൽ നിന്റെ അടവുകളൊന്നും നടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് കല്യാണിയെ ആ കുത്തി മലർത്തിയിട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു നിമിഷം ഈ കിരൺ ആലോചിക്കാം. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ഇവൻ്റെ നെഞ്ചത്ത് നോക്കി പറന്നങ്ങോട്ട് ചവിട്ടുകയാണ്. എല്ലാവരും പിടിച്ച് അടിയുടെ അടി. എടാ, എൻ്റെ കല്യാണി എന്ന് പറഞ്ഞാലേ എൻ്റെ ജീവനാടാ, എൻ്റെ ജീവിതമാണ്. അവളെൻ്റെ പാതിയാണ്. അവളെയാണ് നീ കുത്തി മലർത്തിയിട്ട് പോയതല്ലേ.
നിന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവോടാ ബഗാസുര എന്നൊക്കെ പറയണേ. ഈ ബഗാസുരൻ എന്ന പേര് പോലും നിനക്ക് ചേരില്ലടാ. കാരണം ബഗാസുരൻ എങ്ങനെയാണ് ഈ നീചപ്രവർത്തിക്കാരനായെന്ന് അറിയാവോ? ബഗാസുരന്റെ അനന്തരവൻ ബഗാസുരനെ കൊല്ലാനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അനന്തരവനെ കൊല്ലാനായിട്ടാണ് ബഗാസുരൻ ഇങ്ങനെ നീച പ്രവൃഷ്ടിയുമായിട്ട് ഇറങ്ങി സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട്. പക്ഷേ നീ എങ്ങനെയാടാ ഇങ്ങനെയായി പോയത്? എൻ്റെ അമ്മയുടെ ജീവിതം നീ നശിപ്പിച്ചില്ലടാ. എൻ്റെ അമ്മ നിന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. നിനക്കാണ് എൻ്റെ അമ്മ ഹൃദയം തന്ന് ജീവന തുല്യം സ്നേഹിച്ചത്. പക്ഷേ നീ എന്താ ചെയ്തത്? എൻ്റെ അമ്മയുടെ ദാമ്പത്തിക ജീവിതം നീ ഇല്ലാതെയാക്കി. കാരണം എന്തിന്? നിനക്ക് ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് അല്ലടാ എന്നൊക്കെ പറയണം. അപ്പൊ വേലുവിന് ഇതെല്ലാം കേട്ടിട്ട് കലി വരികയാണ്. അപ്പൊ വേലു ആണെങ്കിൽ ഇവന്റെ കഴുത്തിനേറെ കുത്തിപ്പിടിച്ചിട്ട് കേട്ടാ, കല്യാണി ചേച്ചിയെ നീ ഉപദ്രവിച്ചു, കല്യാണി ചേച്ചി നീ കുത്തിക്കൊല്ലാനായിട്ട് ശ്രമിച്ചു അല്ലേ? എൻ്റെ കല്യാണി ചേച്ചി എത്രമാത്രം പാവമാണെന്ന് നിനക്കറിയാവോ? ആ പാവത്താനെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എൻ്റെ കൈ കൊണ്ട് തന്നെ തീരുവടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അടിക്കുകയാണ്. വേണ്ട വേലു വേണ്ട, നമ്മുടെ കൈ കൊണ്ട് ഇവനെ തീർക്കണ്ട. ഇനി അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്ത് നമ്മുടെ കൈ വെറുതെ നാറ്റിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കറക്റ്റ് സ്പോട്ടിലാണ് ഇവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇവൻ ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ മൃഗങ്ങൾ വന്ന് കാടിച്ച് കീറി കൊല്ലുവനെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ബഗാസുരൻ പേടിച്ചു പോവുകയാണ്. കിരണെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കിരണെ, അങ്ങനെ ചെയ്യരുതെന്നല്ലേ നീ ചെയ്തു കൂട്ടിയ പ്രവർത്തികളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോടാ? അപ്പോഴേക്കും സരയുവിൻ്റെ കാര്യം നമ്മുടെ രതീഷ് എടുത്തിടുകയാണ്. അപ്പോൾ സരയു ഇപ്പം നല്ലവളാണെങ്കിലും നേരത്തെ നിന്റെ ഒപ്പം ചേർന്ന് എന്തെല്ലാം ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സരയുവിന് വേണ്ടി നീ ഒരാളെ കണ്ടെത്തി. മനോഹർ നല്ലവനാണ്, കിരണക്കാലം വലിയ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കണ്ടെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചടാ? നിന്റെ മകൾക്ക് ശരിക്കും തിരിച്ചടി തന്നെയല്ലേ അവിടെ കിട്ടിയത്? നീ അവിടെ തകർന്ന് തരിപ്പണമായി പോയില്ലേ? നിന്റെ മോളെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി നീ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിനക്ക് ദൈവം കൂട്ടു നിന്നിട്ടുണ്ടോ? ഇല്ല. എടാ ദൈവം ഇതിനൊന്നും കൂട്ടു നിൽക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ബഹളമാണ്. അതുകൊണ്ട് നീ തന്നെ പറ, നിനക്ക് ഏത് മരണമാണോ ആവശ്യം? ആ ഒരു കൺസ്ട്രക്ഷൻ നിനക്ക് ഇട്ട് തന്നേക്കാം. അതുകൊണ്ട് നിനക്ക് ഏത് മരണമാണ് ഇഷ്ടം നീ പറഞ്ഞോ, അതേ രീതിയിൽ ഞങ്ങൾ ചെയ്തോളാം. കിരണെ ദൈവത്തോർത്ത് എന്നെ കൊല്ലരുത് കിരണെ, ഞാൻ കൈ കൂപ്പി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കിരണിൻ്റെ മുന്നിൽ ഇങ്ങനെ ബഗാസുരൻ കൈ കൂപ്പി പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു പ്രവൃത്തിക്കും വരില്ല, ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി, എന്നെ ഒന്നും ചെയ്യരുത് കിരണെ, ദയവ് ചെയ്ത് കിരണെ എന്നൊക്കെ പറയുമ്പോൾ നിന്നെ വെറുതെ വിടണമെന്നല്ലേ? എടാ നിന്നെ ഇനി വെറുതെ വിടില്ലടാ. നീ ഇനി പുറം ലോകം കാണില്ല. ഈ കാട്ടിൽ വെച്ച് തന്നെ നീ തീരും. ഞങ്ങൾ നിന്നെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്കത് വലിയൊരു ആപത്തായി മാറും. കാരണം ഓൾറെഡി ഞാൻ ഈ ഗംഗാപ്രസാദിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നിന്നെയും കൂടി കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിനക്കിട്ട് ഞാൻ കുറേ അടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൃഗങ്ങൾ വന്ന് നിന്നെ കാടിച്ച് കീറി കൊന്നു കളയാൻ നേരത്തെ ആ തെളിവുകളൊന്നും ഉണ്ടാവില്ലെന്നേ. പോസ്റ്റ്മോർട്ടത്തിൽ പോലും അതൊന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നിന്നെ ഈ ഏരിയയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കല്യാണിയാണ്. അപ്പം കല്യാണിയുടെ അരികിലേക്ക് സരയു വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളിപ്പം തന്നെ തീർത്താലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ സരയു കല്യാണിയുടെ കൈ പിടിച്ച് പൾസ് നോക്കുകയാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. ഇവൾക്ക് പൾസ് ഉണ്ട്, ഇവൾക്ക് പൾസ് ഉണ്ടല്ലേ, ഇവളപ്പോൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഇവളെനിക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനുകളെല്ലാം പൊളിയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതായാലും ചെയ്യുന്നില്ല. അങ്ങനെ തലയിലേക്കൊന്ന് പിടിച്ചു നോക്കുകയാണ് സരയു. ഇവൾക്ക് ബോധമൊന്നും വീണിട്ടില്ല. ഏതായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് പറഞ്ഞു. ദൈവമേ, ഈ സമയം അവൾ ഇവിടെ ഇങ്ങനെ തന്നെ കിടന്നാൽ മതിയായിരുന്നു, ബോധമില്ലാതെ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സരയു പോവുക. ഈ സമയം തന്നെ ബഗാസുരനെ കാണിക്കണം. അപ്പോൾ ബഗാസുരൻ ഇവരോട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്നെ കെട്ടി തൂക്കി കൊന്നോ, എന്നാലും എന്നെ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കിരണാണെങ്കിൽ അപ്പോൾ മൃഗങ്ങൾ നിന്നെ കടിച്ചു കൊല്ലുന്നത് നിനക്ക് പേടിയാണല്ലേ? എടാ നിന്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു കാര്യം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. എടാ നിന്നെ കെട്ടിത്തൂങ്ങി കൊന്നാലേ പോലീസുകാരത് കണ്ടെത്തും ഞങ്ങളാണ് കൊന്നതെന്ന്. അപ്പം ഞങ്ങൾക്കത് വലിയൊരു ദോഷമല്ലേ? അതുകൊണ്ട് അത് വേണ്ട. കിരണ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കിരണേ.
ദേ എന്നെ വേണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടേ മുക്കിക്കൊന്നോ, എന്നാലും പ്രശ്നമില്ല, എന്നാലും എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത്, നിന്നെ ഇവിടെ തന്നെ ഇടോടാ, രതീഷേ ഇവനെ പിടിക്ക് രതീഷേ എന്നും പറയാണ്. അങ്ങനെ ബഗാസുരിട്ട് പടക്ക് പടക്ക് പടക്കെന്നും പറഞ്ഞ് ഇടിക്കുകയാണ്. ഇടിച്ച് നമ്മുടെ ബഗാസുരൻ്റെ കൈ പിന്നാടി ഇങ്ങനെ കെട്ടുകയാണ്, പിന്നിലിങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം സാറേ? ഇവനെ തീർക്കട്ടെ സാറേ? വേണ്ട, അതിപ്പോൾ വേണ്ട, എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവനെ നമ്മളുടെ കൈ കൊണ്ട് കൊന്നാൽ ശരിയാവില്ല. അപ്പോഴേക്കും കുറുക്കന്മാരുടെയും കുറുനരിയുടെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേലു പറയണതേ, കേട്ടില്ലേ, പകൽ സമയം പോലും ഇവിടെ നിൽക്കാൻ ഭയക്കണം. ദേ കുറുക്കന്മാരും നരികളൊക്കെ ഇപ്പം തന്നെ ഇറങ്ങും, അവരൊക്കെ ഏത് സമയത്ത് വന്നെന്ന് പറയാനായിട്ട് പറ്റില്ല സാറേ. അങ്ങനെ ബഗാസുരൻ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടുങ്ങി അങ്ങ് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.